السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق رسول الله صلى الله عليه وسلم. أيضا وقال النبي صلى الله عليه وسلم: الصوم جنة. والله لولا أنت ما اهتدينا ولا تصدقنا فلا صلينا. فأنزلا سكينة علينا فأثبت الأقدام إذ لاقينا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാലിൻ അൽഫ അൽഫ മറ വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. എല്ലാവിധ സ്തുതികളും സ്തോത്രങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം അർപ്പിക്കപ്പെടുകയാണ്. ബഹുമാനമുള്ളവരെ, വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ മതപ്രഭാഷണ ഭൂമി ഒരുമിച്ച് കൂടലും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടും ഇങ്ങനെ ഒരു മതപ്രഭാഷണം നടത്തൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം
ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചും ധാരാളം തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കപ്പെടുകയും ഈ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ലോകമാകെ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒത്താശയോടെ സംഘർഷങ്ങളും കലാപങ്ങളും സംഘടിപ്പിക്കപ്പെട്ട് ലോകത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷ മതമാണ്, ഒരു കലാപ മതമാണ്, ഒരു വിപ്ലവ മതമാണ് എന്ന് തോന്നത്തക്ക രൂപത്തിലുള്ള വളരെ ബുദ്ധിപരമായ ശാസ്ത്രീയപരമായ ആധുനികപരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് മതപണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന മുഖത്തെ സാധാരണക്കാരിലേക്കും അല്ലാത്തവരിലേക്കും ഒരുപോലെ മനസ്സിലാക്കത്തക്ക രൂപത്തിലുള്ള മതപ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്താണ്. അദ്ദീനു അന്നസീഹ ഖാല റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീൻ എന്ന് പറഞ്ഞാൽ അന്നസീഹ, അത് സതുപദേശം നൽകലാണ്, വഅദ് പറയലാണ്, ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കലാണ് ദീന്. അതുകൊണ്ട് റമദാൻ ഷരീഫിന്റെ ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യുക. ആദ്യമായിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ മനുഷ്യനും അവൻ കരുതിയത് അവന് നൽകപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കുന്ന നമ്മൾ ആദ്യം നിയ്യത്ത് ചെയ്യുക. എന്താണ് നമ്മുടെ നിയ്യത്ത്? പടച്ചവനെ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി, നിന്റെ ദീന് ശ്രവിക്കാൻ വേണ്ടി ഞാനിവിടെ ഇരിക്കുകയാണ്. ഈ ഇരുത്തം നീ നിന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്ത് സ്വീകരിക്കണമേ അല്ലാഹ് എന്ന് മനസ്സിൽ എല്ലാവരും കരുതുക. അങ്ങനെ കരുതിയാൽ ഈ രാത്രി 1000 റകഅത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന്റെ നിസ്കാരത്തിനേക്കാൾ പവർ നിങ്ങളുടെ ഈ സദസ്സിലുള്ള ഇരുത്തത്തിന് അല്ലാഹു തആല നൽകപ്പെടുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിവരമുള്ള മനുഷ്യൻ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ രാത്രിയിൽ 1000 റകഅത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പേരാണ് മുത്തലക്കായ സുന്നത്ത്. അപ്പൊ ഒരു കാരണവുമില്ലാതെ ഒരാൾ രാത്രിയിൽ 1000 റകഅത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. വേറെ ഒരു ആലിമായ മനുഷ്യൻ രാത്രി വെറുതെ കിടന്നുറങ്ങുന്നു. വിവരമുള്ള മനുഷ്യൻ അവൻ നിസ്കരിക്കുന്നില്ല, അവൻ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല, അവൻ സുഖമായി കിടന്നുറങ്ങുന്നു. എന്നാൽ ഈ 1000 റകഅത്ത് നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ നിസ്കാരത്തെക്കാൾ ആലിമിന്റെ ഉറക്കത്തിനാണ് സ്ഥാനമുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം അതാണ്, ഇൽമിന്റെ മഹത്വം അതാണ്. വേറൊരു ഹദീസ് നോക്കിയാൽ കാണാം, ഒരാൾ ദീനിന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടി വഅദ് കേൾക്കുന്ന മജ്ലിസിൽ 1 മണിക്കൂർ സമയം ചെലവഴിക്കുന്നു. മറ്റൊരാൾ 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. എന്നാൽ ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാൻ വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കുന്ന സ്റ്റുഡന്റ് ആകുന്ന വിദ്യാർത്ഥിയുടെ 1 മണിക്കൂർ സമയവും 1000 റകഅത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ നിസ്കാരവും തമ്മിൽ തുലനം ചെയ്തു നോക്കിയാൽ 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ നിസ്കാരത്തെക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളത് 1 മണിക്കൂർ സമയം ഇസ്ലാമിക വിദ്യാഭ്യാസം കേൾക്കുന്ന, ദീന് കേൾക്കുന്ന, വഅദ് കേൾക്കുന്ന സദസ്സിൽ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ സമയത്തിനാണെന്ന് ലോകത്ത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ നിയ്യത്ത് ചെയ്ത് വളരെ അച്ചടക്കത്തോടെ, വളരെ അനുസരണത്തോടെ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിരിക്കുക. നാം ഇവിടെ ഇന്ന്
സന്തോഷത്തിന്റെ ദിവസത്തിലാണ്. ഒന്ന് റമദാൻ, രണ്ട് ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ ദീന് പങ്കുവെക്കുന്ന ഒരു മജ്ലിസ് ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് അലി ഹാജി എന്ന് പറയുന്ന മാന്യദേഹത്തിന് കേന്ദ്ര സർക്കാർ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് ചുക്കാൻ പിടിച്ചിരുന്ന ആ മഹത് വ്യക്തിത്വത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നായ ആ അവാർഡ് നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് അലി ഹാജിക്ക് അല്ലാഹു തആല നൽകി. അതൊരനുഗ്രഹമാണ്. ഒരധികാരം നിന്നെ തേടി ഇങ്ങോട്ട് വന്നാൽ നീ അതിനെ തട്ടിക്കളയാൻ പാടില്ല. അതേ സമയത്ത് ഒരധികാരത്തിന് വേണ്ടി നീ അങ്ങോട്ട് ചെല്ലാനും പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരധികാരം നമ്മളെ തേടി ഇങ്ങോട്ട് വന്നാൽ, ഒരംഗീകാരം നമ്മളെ തേടി ഇങ്ങോട്ട് വന്നാൽ നാം അതിനെ തട്ടിക്കളയാൻ പാടില്ല. സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിലെ ഉന്നതരായ ആളുകളെ മറ്റുള്ള ആളുകൾ കൂടി, ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല അംഗീകരിക്കുന്നത്, ഈ ജനാധിപത്യ രാജ്യത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അല്ലാത്തവരുമായ എല്ലാ വിഭാഗം ആളുകളും മുസ്ലിം സമുദായത്തിലെ ഒരു മാന്യദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് വരുമ്പോൾ അത് അല്ലാഹു തആല ചില ആളുകൾക്ക് നൽകുന്ന പവറാണ്. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അല്ലാഹു ഇഷ്ടമുള്ള ആളുകൾക്ക് അവന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതാണ്. അങ്ങനെ അംഗീകാരം വരുമ്പോ നാം അദ്ദേഹത്തോട് സ്നേഹം പ്രകടിപ്പിക്കുകയും കൂടുതൽ അംഗീകാരങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവർക്കും ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഹാജിയോട് എനിക്ക് പറയാനുള്ളത്, ഈ അംഗീകാരം അദ്ദേഹം സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി, വിശിഷ്യ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടി വളരെ അർഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനും അതിനുവേണ്ടി ചെലവഴിക്കാനും അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിൽ ഇടപെടാനും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും കാഴ്ചവെക്കാനും അള്ളാഹു അദ്ദേഹത്തിന് സാധിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ റമദാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടും അനുകൂലമായ, അനുയോജ്യമായ ഒരു സാഹചര്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം പരിശുദ്ധ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലാനേഷൻ ആവശ്യമുള്ള സമയമാണിത്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് തന്നെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു പേടകം 13,720 കോടി രൂപ ചെലവഴിച്ച ഒരു പേടകം, ഒന്നും രണ്ടും പൈസയല്ല, 13,720 കോടി രൂപ ചെലവഴിച്ച അമേരിക്കയുടെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന പേടകം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൽ ചെന്നിറങ്ങി. ആ ഗ്രഹത്തിലെ കല്ലും മണ്ണും മലകളും അവിടെ മുൻകാലത്ത് ജീവൻ ഉണ്ടായിരുന്നുവോ, അവിടെ ജീവന്റെ തുടിപ്പ് ശേഷിച്ചിരുന്നുവോ, അവിടെ വെള്ളമുണ്ടായിരുന്നുവോ, അവിടെ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ, വേണ്ടി വന്നാൽ കേരളത്തിലെയും അതുപോലെ കേന്ദ്രത്തിലെയും വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ചൊവ്വയിൽ വൈദ്യുതി സ്ഥാപിക്കാൻ പറ്റുമോ എന്നുവരെ നാം കൂലങ്കഷായമായി ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയുടെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന പേടകം ചെന്നിറങ്ങിയതാണ് ഇന്നത്തെയും ഇന്നലത്തെയും പത്രങ്ങളിലെ ഏറ്റവും വലിയ വാർത്തയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനേക്കാൾ ഏറ്റവും വലിയ വാർത്ത, ലോകത്ത് ഇനിയും ഒരു വാർത്ത സൃഷ്ടിക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഒരു ക്യൂരിയോസിറ്റിക്കും ചെന്നിറങ്ങാൻ പറ്റാത്ത രൂപത്തില് സൂര്യന്റെ അപ്പുറത്ത്, ചന്ദ്രന്റെ അപ്പുറത്ത്, ചൊവ്വയുടെ അപ്പുറത്ത്, വ്യാഴത്തിന്റെ അപ്പുറത്ത്, യുറാനസിന്റെ അപ്പുറത്ത്, നെപ്റ്റ്യൂണിന്റെ അപ്പുറത്ത്, പ്ലൂട്ടോയുടെ അപ്പുറത്ത്, 7 ആകാശത്തിന്റെ അപ്പുറത്ത്
സിദ്റത്തുൽ മുന്തഖയുടെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കൂടെ ബുറാഖ് എന്ന് പറയുന്ന ക്യൂരിയോസിറ്റിയേക്കാൾ 10,000 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന അതിശക്തമായിരിക്കുന്ന വാഹനപ്പുറത്ത്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? എത്ര കോടി മണിക്കൂറാ സഞ്ചരിച്ചത്? ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് ഭൂമിന്ന് പോവാൻ കോടിക്കണക്കിന് മണിക്കൂർ സഞ്ചരിച്ചിട്ടാണ് ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങിയത്. എന്നാൽ ബുറാഖ് എന്ന് പറയുന്ന വാഹനം മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് റസൂലുള്ളാഹിനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറ്റി ഒരു കാലെടുത്തു വെച്ചത് ബൈത്തുൽ മുഖദ്ദസിലാണ്. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് 16 ദിവസം അല്ലെങ്കിൽ 17 ദിവസം ഒരൊട്ടകം രാത്രിയും പകലും നടന്നാൽ 16-17 ദിവസം നടന്നാൽ എത്താത്ത ജെറുസലം പട്ടണത്തിന്റെ നടുക്ക് കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് 1 സെക്കൻഡ് കൊണ്ട് കാലെടുത്ത് വെച്ചപ്പോൾ ബുറാഖ് എന്ന് പറയുന്ന വാഹനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആകാശം 1, 2, 3, 4, 5, 6, 7 സിദ്റത്തുൽ മുന്തഖ എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റും കടന്ന് അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സംഭാഷണം നടത്തി ആ രാത്രിയുടെ ആ മണിക്കൂറുകൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മസ്ജിദുൽ ഹറം എന്ന പള്ളിയിലേക്ക് തിരിച്ചു വന്ന ലോകത്ത് റെക്കോർഡിട്ട നായകനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇതിഹാസത്തെ, ആ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ലോകത്തിന് മുമ്പിൽ ഏത് ചരിത്രത്തിനാണ് സ്ഥാനമുള്ളത്? അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലോ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. നബിയെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ ഒരു രാത്രിയുടെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് മസ്ജിദുൽ ഹറം എന്ന പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തിനാണ് മുസ്ലിങ്ങൾ ഇസ്റാ എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശ ലോകങ്ങളിലേക്കും സ്വർഗ നരകങ്ങളിലേക്കും മറ്റ് അള്ളാഹുവിനെ കാണലിലേക്കും കൊണ്ടെത്തിച്ച സംഭവത്തിനാണ് മുസ്ലിങ്ങൾ മെഅറാജ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂരിയോസിറ്റി അമേരിക്കയുടെ പേടകം ചൊവ്വയിലിറങ്ങി എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് ആഹ്ലാദം പങ്കിടുന്ന അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനിലും ഇറങ്ങി, ചൊവ്വയിലും ഇറങ്ങി, വ്യാഴത്തിലും ഇറങ്ങി, സൂര്യന്റെ അപ്പുറത്തും കടന്നു. സൂര്യനെ ഭേദിക്കാൻ ഒരു ക്യൂരിയോസിറ്റിക്കും കഴിയില്ല. സൂര്യൻ ഭൂമിയിൽ നിന്ന് 17 കോടിയിലധികം പ്രകാശവർഷം അകലെ നിലകൊള്ളുന്ന സൂര്യനുണ്ടല്ലോ. ആ സൂര്യന്റെ 7 അയലത്തെത്താൻ ഒരു ഗ്രഹത്തിന് ഇന്ന് വരെ ഒരു പേടകത്തിന് ഇന്ന് വരെ സാധിക്കില്ല. ഉരുകി ഭസ്മമായി നിലത്തങ്ങ് വീഴും. സുബ്ഹാനല്ലാഹ്. അതിനെ വിട്ടുകടന്ന ഏക വാഹനം ബുറാഖ് എന്ന് പറയുന്ന വാഹനമാണ്. അതിനെ വിട്ടുകടന്ന ഏക മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ യുഗത്തില്, ഈ കാലഘട്ടത്തില്, ഈ റമദാനിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ ക്ലൈമാക്സ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആനിന്റെ ക്ലൈമാക്സ് വർദ്ധിച്ചിരിക്കുന്നു. എന്താ കാരണം? റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മളൊക്കെ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് നോമ്പ് നോൽക്കലാണ്. കാരണം റമദാൻ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഭാഗം സന്തോഷിക്കുന്ന ആളുകളുണ്ട്, ചെറിയൊരു വിഭാഗം വിഷമിക്കുന്നവരുമുണ്ട്.
കാരണം റമദാൻ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തറാവീഹ് നിസ്കരിക്കണ്ടേ എന്നല്ല ആദ്യം ചിന്തയിൽ വരുന്നത്, അതല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ടേ എന്നല്ല ചിന്തയിൽ വരുന്നത്. റമദാൻ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തയിൽ വരുന്നത് നോമ്പ് നോൽക്കണ്ടേ, ഇനി ഒരു മാസം അന്നപാനീയ സുഖഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പകലിൽ പരിപൂർണമായ വ്രതമനുഷ്ഠിക്കണ്ടേ. സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ആളുകളുടെ കൽബിൽ അത് വലിയ അളവറ്റ് സന്തോഷമുണ്ടാക്കുന്നു. ചെറിയ ഒരു വിഭാഗത്തിന്റെ കൽബിൽ അത് വലിയ വേദന ഉണ്ടാക്കുന്നു. കാരണം ഇനി ഒരു മാസം പകല് നിരാഹാരം അനുഷ്ഠിക്കണ്ടേ, ഭക്ഷണത്തിലും അന്നപാനീയ സുഖഭോഗങ്ങളിലുമൊക്കെ നിയന്ത്രണം വരുത്തണ്ടേ എന്ന വിഷമം ഒരു ഭാഗത്തുണ്ടാക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്രതാനുഷ്ഠാനമല്ല, നോമ്പ് നോൽക്കലല്ല. അങ്ങനെ ആരും ധരിച്ചു വെക്കണ്ട. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഞാനിവിടെ ഓതി വെച്ച ആയത്തായ ലൈലത്തുൽ ഖദറാണോ? അതും അല്ല. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബദർ യുദ്ധം നടന്നതാണോ? കഴിഞ്ഞ 2 ദിവസം മുമ്പേ നമ്മളെല്ലാം സമുചിതമായി ആഘോഷിച്ച ബദരീങ്ങളുടെ ആണ്ട് ബദർ യുദ്ധം. 2 വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടുകയും സത്യത്തെയും അസത്യത്തെയും അല്ലാഹു ഏറ്റുമുട്ടിക്കൊണ്ട് 1000 ചില്ലാനം വരുന്ന ശത്രുക്കളുടെ ഇടയിൽ നിന്ന് നിരായുധരായ 313 ആളുകളെ കൊണ്ട് ലോകത്താദ്യമായി ഐതിഹാസിക വിജയം നേടിയ ബദർ യുദ്ധത്തിന്റെ സ്മരണ, അതാണോ റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത? അതുമല്ല. എന്നാൽ പിന്നെ എന്താണ് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ സുവ്യക്തമായി പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റമദാൻ മാസത്തിലാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. റമദാൻ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന്റെ പ്രസക്തി മനസ്സിലായവരെ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ വരെ, കയ്യിന്റെ വിരലുകൾ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഖുർആനിന്റെ പ്രസക്തി മനസ്സിലായവരുള്ളൂ. ഖുർആൻ കേവലം ഒരു ഗ്രന്ഥമാണോ? ഖുർആൻ കേവലം ഒരു കിതാബാണോ? അല്ല. ഖുർആൻ കേവലം ഒരു ഗ്രന്ഥമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് ക്ലൈമാക്സ് നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഉദാഹരണമായി നമുക്ക് പറയാം, ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണം, ലോകത്ത് മുസ്ലിങ്ങളെക്കാൾ ഉപരി ആളുകൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. മുസ്ലിങ്ങളെക്കാൾ ജനസംഖ്യ കൂടുതൽ ക്രിസ്ത്യാനികളാണ് ലോകത്തുള്ളത്. ആ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. എന്നാൽ ആ ബൈബിളും ഖുർആനും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഖുർആൻ എവിടെ, ബൈബിൾ എവിടെ, നമുക്ക് വളരെ വ്യക്തമായി കണ്ടുമുട്ടാൻ സാധിക്കും. 50-ലധികം പ്രാവശ്യം മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിള്. മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ 50-ലധികം പ്രാവശ്യം വിവിധ കാര്യങ്ങളിൽ ബൈബിളുകളിൽ മാറ്റിത്തിരുത്തലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ലോകത്തിലെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ലോകത്ത് കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയില് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന എത്ര പ്രാവശ്യമാണ് മാറ്റിയത്? 56-ലധികം പ്രാവശ്യം.
56-ലധികം പ്രാവശ്യം ഇന്ത്യയുടെ ഭരണഘടന മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? ആരാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്? ചില്ലറ ആളുകളാ? ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലോകമറിയപ്പെട്ട ബുദ്ധിമാൻ. 2 ഡോക്ടർ BR അംബേദ്കർ, ലോകമറിയപ്പെട്ട ബുദ്ധിമാൻ. 3 മഹാത്മാഗാന്ധി, ലോകമറിയപ്പെട്ട വിപ്ലവകാരി. ഈ 3 പേരിരുന്നു കൊണ്ട് ആലോചിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ഭരണഘടനകളും കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്ത് എല്ലാ ഭരണഘടനകളുടെയും സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. അങ്ങനെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചുണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടന 56-ലധികം പ്രാവശ്യം മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായി. 50-ലധികം പ്രാവശ്യം ബൈബിള് മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായി. പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്തിലെ 114 സൂറത്തിലെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു അധ്യായം, ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു വാചകം ഇന്നേ വരെ മാറ്റിത്തിരുത്തേണ്ട ഒരു ഗതികേടിലേക്ക് മുസ്ലിങ്ങൾ എത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു ആവശ്യം മുസ്ലിങ്ങൾക്ക് വന്നില്ല. അത് തന്നെയാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ മാറ്റേണ്ടി വരുന്നില്ല. അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഭരണഘടനയാണ്, അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, അള്ളാഹുവിന്റെ കഴിവാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഖുല്ലിൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. നബിയേ, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്ന ഈ വേദഗ്രന്ഥത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഫഅതൂ, അവർ ഈ സമുദായത്തിന്റെ നേരെ കല്ലെറിയുകയല്ല വേണ്ടത്. അവർ ബാബരി മസ്ജിദ് പോലത്തെ പള്ളികൾ തകർക്കുകയല്ല വേണ്ടത്. അവർ ഗുജറാത്തിൽ വംശഹത്യക്ക് നേതൃത്വം നൽകുകയല്ല വേണ്ടത്. അവർ ചെയ്യേണ്ടത് എന്താണ്? ഫഅതൂ, അവർ ആണത്തരമുള്ളവരാണെങ്കിൽ കൊണ്ടുവരട്ടെ. ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ പരിശുദ്ധ ഖുർആനിലുള്ളത് പോലത്തെ ഒരു സൂറത്ത് അവരൊന്ന് കൊണ്ടുവരട്ടെ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ വെല്ലുവിളിക്കുകയാണ്. ഈ ഖുർആനിന് സമാന്തരമായ ഒരു ഖുർആൻ കൊണ്ടുവരാൻ, ഈ ഖുർആനിന് സമാനമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ, ഈ ഖുർആനിന് സമാനമായിരിക്കുന്ന ഒരു സൂറത്ത് കൊണ്ടുവരാൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിച്ചിട്ടു ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യനെ കൊണ്ടോ, ഒരു പിശാചിനെ കൊണ്ടോ, ഒരു ശൈത്താനിനെ കൊണ്ടോ, ഒരു ശക്തിയെ കൊണ്ടോ, ഒരു സാഹിത്യകാരനെ കൊണ്ടോ, ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ടോ പരിശുദ്ധ ഖുർആനിനെതിരെ ഒരു വെല്ലുവിളി കൊണ്ടുവരാൻ ലോകത്ത് സാധിച്ചില്ല. സമാനമായ ഒരായത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരിശുദ്ധ ഖുർആനിന് തുല്യം പരിശുദ്ധ ഖുർആൻ തന്നെ. സഹോദരന്മാരെ, മഴ പെയ്യുന്നുള്ളത് കൊണ്ട് ഇവിടെ കുറഞ്ഞ സൗകര്യമുണ്ട്. ഉള്ളവരൊക്കെ അടുത്തൊന്ന് സഹകരിച്ചിരിക്കുകയാണെങ്കിൽ, അടുത്തടുത്തിരിക്കൽ സുന്നത്താണ്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന മജ്ലിസിൽ ബർക്കത്തുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അടുത്തിരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. തആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഗുണകരമായ കാര്യത്തിൽ പരസ്പരം നിങ്ങൾ സഹകരിക്കുക, കുറ്റകരമായ കാര്യത്തിലും ശത്രുതയിലും നിങ്ങൾ സഹായിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ട് ഗുണപരമായ കാര്യത്തിൽ നമ്മൾ സഹായിക്കണം, സഹകരിക്കണം. അത് ഇതും ഗുണപരമായ ഏറ്റവും വലിയ കാര്യമാണ്. ഇൽമിന്റെ മജ്ലിസ് അതുകൊണ്ട് കയറിയിരിക്കുക. ഇപ്പൊ മിനിഞ്ഞാന്ന് ഇവിടെ ഉരുളുപൊട്ടൽ ഉണ്ടാകുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പേ തിരുവനന്തപുരത്ത് സെസ് എന്ന് പറയുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഫത്വ ഉണ്ടായിരുന്നു. അതെന്താ? 2 മാസത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ കാലവർഷം ഉണ്ടാവില്ല. 2 മാസത്തിന്റെ ഉള്ളില് കേരളത്തിൽ ഇനി കാലവർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന്റെ മുമ്പെയാണ് കോഴിക്കോട് ജില്ലയിൽ ഉരുളുപൊട്ടുന്നത്. ആനക്കാമ്പൊയിലില്, കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയില് പഴശ്ശി ഡാം പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ
ആ ഡാം ഒന്നാകെ കുത്തിയൊലിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിച്ചപ്പോ തിരുവനന്തപുരത്തെ സെസ് എന്ന് പറയുന്ന ശാസ്ത്രലോകത്തിന്റെ വായയില് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. കാരണം മഴ പെയ്യിപ്പിക്കാനുള്ള ഓതറൈസേഷൻ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിനും അല്ലാഹു തആല എഴുതി കൊടുത്തിട്ടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കുന്നവൻ ഞാനാണോ അതോ നിങ്ങളാണോ? അല്ലാഹു തആല ചോദിക്കുകയാണ്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കുന്നവൻ ഞാനാണോ നിങ്ങളാണോ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഖൈർ ഏതാണെങ്കിൽ, മഴയാണ് ഖൈറെങ്കിൽ അത് നടക്കട്ടെ, അതല്ല മറ്റ് ഏതാണ് ഖൈറെങ്കിൽ അത് നടക്കട്ടെ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് തൽക്കാലം കൂടിയിരിക്കാൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കിയത് വളരെ നന്നായി. അതുകൊണ്ട് തൽക്കാലം ഇരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഉള്ള സ്ഥലത്ത് സഹകരിച്ചിരുന്നു കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ പരിശുദ്ധ ഖുർആൻ സാധാരണ ഒരു കിതാബല്ല, പരിശുദ്ധ ഖുർആൻ സാധാരണ ഒരു ഗ്രന്ഥമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അതിൽ മാറ്റിത്തിരുത്തലുകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കണികാ പരീക്ഷണം എന്ന് പറഞ്ഞൊരു പരീക്ഷണം നടന്നു. ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കണ്ടു. ഭൂമിയുടെ അടിയിലൂടെ ശക്തമായിരിക്കുന്ന കണങ്ങളെ കടത്തിവിട്ടുകൊണ്ട് ഒരു വലിയ സ്ഫോടനം സൃഷ്ടിക്കുക. ആ സ്ഫോടനത്തിന്റെ അളവ് കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് ശാസ്ത്രലോകം തീരുമാനമെടുക്കുക. ഈ പ്രപഞ്ചം ഉണ്ടായത് ഒരു മഹാപൊട്ടിത്തെറിയിലൂടെയാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഭൂമിയുടെ അടിയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് കണങ്ങളെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു സ്ഫോടനമുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു മെസ്സേജ് ഒരു ദിവസം നമുക്ക് വന്നു. എന്താണ് മെസ്സേജ്? ദൈവകണം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അള്ളാനെ കണ്ടുപിടിച്ചു. ദൈവകണം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എല്ലാ കണത്തിന്റെയും മുമ്പ് ഉണ്ടായ കണം അള്ളയാണല്ലോ. അപ്പൊ ശരിക്കും അവര് പറയാണ്, ഞങ്ങളിപ്പോ അള്ളാനെ കണ്ടെത്തി എന്ന്. വിവരമില്ലാത്ത ഇവരോട് നമുക്ക് പരിശുദ്ധ ഖുർആൻ പറയാൻ പഠിപ്പിച്ചു തന്നത് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവര് നിങ്ങളോട് തർക്കിക്കാൻ വന്നാൽ, വിവരമില്ലാത്തവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഖാലൂ സലാമ, അവരോട് നിങ്ങൾ അല്ലാഹു രക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞു പിരിയണം. അത് മാത്രമേ ഇവരോട് നമുക്ക് പറയാനുള്ളൂ. എവരോട്? ഇവിടെയൊക്കെ സ്വിറ്റ്സർലൻഡില് ഭൂമിയുടെ അടിയിലൂടെ പരീക്ഷണം നടത്തിയിട്ട് ദൈവഗണം കണ്ടെത്തി എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി. എന്താണ് അബദ്ധം? ദൈവത്തെ കണ്ടെത്താൻ സാധ്യമല്ല, മനുഷ്യന് കണ്ടെത്താൻ പറ്റില്ല. ഒരിക്കലും ദൈവത്തെ മനുഷ്യന് കാണാൻ പറ്റൂല, അള്ളാഹുവിനെ കാണാൻ പറ്റൂല. ലോകത്ത് അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു ചരാചരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ആ റസൂലുള്ള എവിടെ വെച്ചിട്ടാ അള്ളാഹിനെ കണ്ടത്? ഭൂമിയിൽ വെച്ചിട്ടല്ല, ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുമല്ല. സിദ്റത്തുൽ മുന്തഹ വരെയുള്ളൂ പ്രപഞ്ചം. സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഏഴാനാകാശത്തിന്റെ അറ്റത്തുള്ള ഒരു ചെക്ക് പോസ്റ്റാ. അതുവരെയുള്ളൂ പ്രപഞ്ചം. സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞാൽ പിന്നെ നോ അഡ്മിഷൻ, ആർക്കും പ്രവേശനമില്ലാത്ത അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്ഥലമാണ്. അവിടേക്ക് ഇന്ന് വരെ ജിബ്രീൽ കടന്നിട്ടില്ല, മീകായിൽ കടന്നിട്ടില്ല, ഇസ്രാഫീൽ കടന്നിട്ടില്ല, അസ്റായീൽ കടന്നിട്ടില്ല, ഒരു നബിയും കടന്നിട്ടില്ല, ഒരു നബിയെയും കടത്തിയിട്ടില്ല, ഒരു ചരാചരത്തെയും കടത്തിയിട്ടില്ല. അങ്ങനത്തെ ഏഴാനാകാശത്തിന്റെ അപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തെത്തിയപ്പോഴാണ്
ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞത്, നബിയെ, ഇവിടുന്ന് അങ്ങോട്ട് തങ്ങളെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവില്ല, ഇവിടുന്ന് അങ്ങോട്ട് ബുറാഖ് എന്ന വാഹനം ഉണ്ടാവില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോണെങ്കിൽ തങ്ങൾ ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പേടിച്ച് നിലവിളിച്ചു നിൽക്കുന്ന സമയത്താണ് അനന്തതയിൽ നിന്നൊരു വിളി വന്നത്, അനല്ലാ, ഞാൻ അള്ളയാണ്, കടന്നു വരൂ നബിയേ. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് കടന്നു ചെല്ലുന്നത്. എവിടേക്ക്? അള്ളാഹുവിലേക്ക്. എന്ത് പറഞ്ഞിട്ടാണ് കടന്നു ചെല്ലുന്നത്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ സുരക്ഷിത വലയത്തിലേക്ക് കടന്നു ചെന്ന ഏകചരാചരമാരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്തേ നമുക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റാഞ്ഞത്? ഈ കണ്ണുകൊണ്ടങ്ങോട്ട് കടക്കാൻ പറ്റൂല, ഈ വിരല് കൊണ്ടങ്ങോട്ട് കടക്കാൻ പറ്റൂല, ഈ കാല് കൊണ്ടങ്ങോട്ട് നടക്കാൻ പറ്റൂല, ഈ ബുദ്ധി കൊണ്ടങ്ങോട്ട് കയറാൻ പറ്റൂല, ഈ ശരീരം കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ആ സമയത്ത് പ്രത്യേക ശരീരം കൊടുത്തു, റസൂലുള്ളാഹിക്ക് പ്രത്യേകം കണ്ണു കൊടുത്തു, റസൂലുള്ളാഹിക്ക് പ്രത്യേകം ബുദ്ധി കൊടുത്തു, റസൂലുള്ളാഹിക്ക് പ്രത്യേക പവർ കൊടുത്തു. ആ പ്രത്യേക പവർ കൊണ്ട്, ആ പ്രത്യേക ബുദ്ധി കൊണ്ട്, ആ പ്രത്യേക കഴിവ് കൊണ്ട്, ആ പ്രത്യേക കഴിവ് കൊണ്ട് അള്ളാന്റെ റസൂൽ അങ്ങ് കടന്നു ചെന്നു. നേരിട്ട് അള്ളാനെ കണ്ടു, എല്ലാ മറകളും നീക്കി. എന്നാൽ അള്ളാനെ കാണണമെന്നാഗ്രഹിച്ച വേറെയും കുറെ ആളുകൾ ലോകത്തുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? അലൈഹിസ്സലാം. പക്ഷേ അല്ലാഹു മൂസാ നബിക്ക് ഇട്ടുകൊടുത്ത വിശേഷം എന്താണ്? വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. കലീമുല്ലാഹി മൂസാ, അല്ലാഹുമായി സംസാരിച്ച വ്യക്തിയാണ് മൂസാ നബി. പക്ഷേ മൂസാ നബി അല്ലാഹനെ കണ്ടിട്ടില്ല. മൂസാ നബി ചോദിച്ചത് എന്താ? പടച്ചവനെ, നിന്നെ ഒന്ന് എനിക്ക് കാണണം എന്നാ. മൂസാ നബി ചോദിച്ചത്, പടച്ചവനെ, നിന്നെ എനിക്ക് കാണണം. അല്ല പറഞ്ഞു കാണാൻ പറ്റൂല. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റൂ. അല്ല പറഞ്ഞു കാണാൻ പറ്റൂല. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കാണണം. അല്ല പറഞ്ഞു കാണാൻ പറ്റൂല. അവസാനം തൂർ സിനാ പർവ്വതത്തിന്റെ മറുഭാഗത്തേക്ക് മൂസാ നബിയോട് അല്ല വരാൻ പറഞ്ഞു. തൂർ സിനാ പർവ്വതം അറിയാമല്ലോ, തൗറാത്ത് ഇറക്കപ്പെട്ട, വേദഗ്രന്ഥം ഇറക്കപ്പെട്ട മല. ആ മലയുടെ പാർശ്വഭാഗത്തേക്ക് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എത്തി. മൂസാ നബി പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഇവിടെ വെച്ച് നിന്നെ ഒന്ന് കാണണം, നിന്റെ ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം. അള്ളാനെ കാണുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അല്ല. ഈ ദുനിയാവിൽ വെച്ചിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം, നാളെ ആഖിറത്തിൽ വെച്ചിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനെ കാണലാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നോമ്പ് നോക്കുന്നവർക്ക് 2 ഓഫറാ അല്ലാഹ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങന്ന് വരുമ്പോ മലപ്പുറം ജില്ലയിലേക്ക് കടന്ന ചങ്ങരംകുളം മുതൽ ഇവിടെ എത്തുന്ന കക്കാട് വരെ ഉള്ള സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ വമ്പിച്ച തിരക്കാണ്. തറാവീഹ് നിസ്കാരം പള്ളിയിൽ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഷോപ്പിംഗ് മാളിൽ പെരുന്നാളിന് പർച്ചേസിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ലൈലത്തുൽ ഖദർ എങ്ങനെയാ കിട്ടുക എന്നല്ല നോക്കുന്നത്. പടച്ചവനെ, റമദാനിന്റെ 30 ദിവസത്തെ നോമ്പെനിക്ക് കിട്ടി, അതിന്റെ പ്രതിഫലം എങ്ങനെയാ വാരിക്കൂട്ടുക എന്നല്ല നോക്കേണ്ടത്. രാത്രികാലങ്ങളിൽ അല്ലാഹുവിനോട് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് റമദാനിന്റെ 2ാമത്തെ 10 വിട ചോദിക്കാൻ പോകുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പാപങ്ങളെ മോചിപ്പിക്കപ്പെടുന്ന, പാപങ്ങളിൽ നിന്ന് മോചനം നെയ്യപ്പെടുന്ന 2ാമത്തെ 10 കടക്കാൻ പോകുമ്പോ മുസ്ലിം സ്ത്രീകള് പർച്ചേസിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഓരോ ഷോപ്പിംഗ് മാളിന്റെ മുകളിലും ഓഫർ വെച്ചിരിക്കുന്നു. റമദാൻ മെഗാ ഓഫർ, റമദാൻ സെയിൽ, ഓണം സെയിൽ, 30% റിബേറ്റ്. 2 ചുരിദാർ എടുക്കുന്നവർക്ക് 3 സൗജന്യം. എടുക്കുന്നത് 2 സൗജന്യം 3.
രണ്ടിൻ്റെയും കൂടി കാശ് മൂന്നെണ്ണത്തുമ്പോൾ മുതലാക്കണ 1-ാം നമ്പർ തട്ടിപ്പ് ഏർപ്പാട്. കച്ചവടക്കാരെ കുറ്റം പറയാനല്ല. മെഗാ ഓഫർ, വലിയ ഓഫറായി. ഇത് കേൾക്കുമ്പോ എല്ലാവരും അങ്ങ് ഓടിച്ചൊല്ലിയാണ് തുണിയെടുക്കാൻ. എന്താണ് മനുഷ്യൻ കൊടുക്കുന്ന ഓഫർ? 2 ചുരിദാർ പീസ് ഞങ്ങളുടെ പീടികയിൽ നിന്നെടുത്താൽ 3 ചുരിദാർ പീസ് സൗജന്യം, അല്ലെങ്കിൽ 20,000 രൂപയുടെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മർസിഡീസ് ബെൻസിന്റെ കൂപ്പൺ ഞങ്ങൾ സൗജന്യമായി നൽകുന്നു എന്നുള്ള ഹൈ വലിയ ഓഫറുകൾ നൽകിക്കൊണ്ട് ആളുകളെ ഹട്ടാതെ ആകർഷിക്കപ്പെടുമ്പോ അല്ലാഹു തആല ഓഫർ തന്നു. അല്ലാഹു തആല റമദാനിൽ ഒരു ഓഫർ തന്നിട്ടുണ്ട് നമുക്ക്. എന്താ റമദാനിലെ ഓഫർ? അപ്പോ നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു തആല കൊടുക്കുന്ന ഓഫർ എന്താ? കച്ചവടക്കാര് കൊടുക്കുന്ന ഓഫറല്ല. ലിസ്സായിമി ഫറഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഏതാ 2 സന്തോഷം? ഒന്നാമത്തെ സന്തോഷം നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷം ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുക. നോമ്പ് തുറക്കുമ്പോഴാണ് സന്തോഷം. എപ്പോഴാ? ഇറച്ചിയും പത്തിരിയും കഴിക്കുമ്പോഴൊന്നല്ല. ആ പള്ളിയിൽ ആ ബാങ്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോ അല്ലാന്ന് പറയുന്ന ഹംസ ഇങ്ങോട്ട് മുക്കരി പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ ഒരു നിർവൃതി ഇങ്ങോട്ട് വരാണ്ട്, ഒരു ഗ്ലാസ് വെള്ളവും കാരക്കയും കൂടി എടുത്തിട്ട് വായിലേക്ക് വെക്കുമ്പോ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന സന്തോഷം, അത് നോമ്പുകാരന് ദുനിയാവിൽ നൽകപ്പെടുന്ന സന്തോഷമാണെന്ന് ഖാല റസൂലുള്ളാഹി. രണ്ടാമത്തെ സന്തോഷം ഏതാണ്? റസൂലുള്ള പറഞ്ഞു, വ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹനെ കാണുമ്പോഴാണെന്ന് ഖാല റസൂലുള്ളാഹ്. അതെന്താ സന്തോഷം? അത് സാധാരണ സന്തോഷമല്ല. നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹനെ കാണുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ സന്തോഷമല്ല സഹോദരന്മാരെ. അതുകൊണ്ടാണ് നോമ്പുകാരന് 2 സന്തോഷം റസൂലുള്ളാഹി ഓഫർ ചെയ്തത്. അല്ലാഹനെ കാണുക എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ ഇപ്പൊ ദ്വാരക്കും എന്താ ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്നാ, പടച്ചവനെ നിന്റെ പൊരുത്തം ചോദിക്കുന്നു, നിന്റെ സ്വർഗം ചോദിക്കുന്നു. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ചെല്ലുന്നു, സ്വർഗം ഞങ്ങൾ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു. എന്നാ സ്വർഗത്തിൽ കടക്കലല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ് ഏറ്റവും വലിയ സന്തോഷം. അത് സ്വർഗത്തിൽ കടന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. ആരാണ് നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിനെ കാണുന്നത്? അത് നോമ്പ് നോറ്റവരാണെന്ന് ഖാല റസൂലുള്ളാഹ്. നിങ്ങൾ പല ബാധകളിലും കേട്ടിട്ടില്ലേ? നോമ്പ് നോറ്റവർക്ക് കടക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഒരു കവാടം തന്നെ അല്ലാഹു പണിത് വെച്ചിട്ടുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്ന് പറയുന്ന വാതിലാണ്. റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെ നോമ്പ് നോറ്റവർക്ക് മാത്രം കടക്കാനുള്ള കവാടമാണ്. ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ, സ്വർഗത്തിലെത്തിയാൽ ആഗ്രഹിച്ചതെന്തും നേടാം.